ഹായ് എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ഗെയിൻ നോളജ് മിഷന്റെ ഒരു പുത്തൻ അധ്യായത്തിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ കറണ്ട് അഫയേഴ്സുകളൊക്കെ പുരോഗമിക്കുകയാണ്. ഡിസംബർ 12 വരെയുള്ള കറണ്ട് അഫയേഴ്സുകൾ നമ്മളുടെ പ്ലേലിസ്റ്റിൽ കറണ്ട് അഫയേഴ്സ് 2024 എന്ന് പറയുന്ന ഒരു പ്ലേലിസ്റ്റ് ആക്കിക്കൊണ്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എല്ലാവരും നവംബർ 1 മുതൽ കൃത്യമായിട്ട് ഫോളോ ചെയ്തു വരിക. 2025-26 പരീക്ഷകൾക്കുള്ളൊരു തയ്യാറെടുപ്പാണ് നമ്മൾ നടത്തി വരുന്നത്. കാരണം കറണ്ട് അഫയേഴ്സിൽ ഒരു മാർക്ക് പോലും നമുക്ക് ഇനി വരുന്ന പരീക്ഷകളിൽ നഷ്ടമായിരുന്നു. നിങ്ങൾക്ക് പലർക്കും അറിയാം, നിങ്ങളുടെ എല്ലാവരുടെയും മാർക്ക് പോകുന്നത് കറണ്ട് അഫയേഴ്സിന് 10 മാർക്ക് നമ്മുടെ പരീക്ഷ കറണ്ട് അഫയേഴ്സ് ചോദിച്ചാൽ നമുക്ക് മിക്കവാറും ഒരു 1-2 ഒക്കെ സാധാരണ കിട്ടാറുള്ളൂ. പക്ഷെ നമുക്ക് അങ്ങനെ പോരാ, നമുക്ക് പരമാവധി 8 മാർക്കെങ്കിലും ആ 10ൽ സ്കോർ ചെയ്യാൻ സാധിക്കണം. അതിനു വേണ്ടിയിട്ടാണ് ഗെയിൻ നോളജ് മിഷൻ ഇങ്ങനെ ഒരു ഇനിഷ്യേറ്റീവ് എടുക്കുന്നത്. കൃത്യമായിട്ട് നമ്മുടെ സിലബസിനെ ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള കറണ്ട് അഫയേഴ്സുകളാണ് നിങ്ങൾക്ക് ഇതിലൂടെ ലഭ്യമാക്കി തരുന്നത്. ഒരുപാട് കാര്യങ്ങൾ ഈ ലോകത്ത് നടക്കുന്നുണ്ട്, എല്ലാം ഒന്നും നമുക്ക് വേണ്ട. നമ്മുടെ സിലബസ് ഫോക്കസ് ചെയ്തുകൊണ്ട് PSC ഒരു സിലബസ് ഇറക്കിയിട്ടുണ്ട്. ആ സിലബസിനെ ഫോക്കസ് ചെയ്തുകൊണ്ട് വരുന്ന കറണ്ട് അഫയേഴ്സുകളാണ് നമ്മുടെ ഇതിനകത്ത് ഈ ഒരു ചാനലിലൂടെ ഉൾപ്പെടുത്തി നിങ്ങൾക്കായിട്ട് തരിക. തീർച്ചയായിട്ടും പ്രയോജനപ്പെടുത്തുക. ഓരോ ദിവസവും ഒരു 5-നും 10-നും ഇടയ്ക്കുള്ള പോയിന്റുകളെ വരുന്നുള്ളൂ. കൃത്യമായിട്ട് അന്നന്ന് തന്നെ അപ്ഡേറ്റ് ചെയ്യാൻ പോകാൻ പറ്റുന്നെങ്കിൽ അത്രയും നല്ലതാണ്. ഓക്കെ, അപ്പോൾ ഡിസംബർ 13-15 തീയതികളിലെ കറണ്ട് അഫയേഴ്സ് ആണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം നോക്കാം. ഇന്ത്യയിൽ ആദ്യമായിട്ടൊരു AI നഗരം നിലവിൽ വരാൻ പോവാണ്. AI സിറ്റി, ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് നഗരം ഇന്ത്യയിൽ നിലവിൽ വരാൻ പോകുന്നു. അത് ഉത്തർപ്രദേശിലെ ലക്നൌവിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ AI നഗരം സ്ഥാപിതമാകാൻ പോകുന്നത്. ഉത്തർപ്രദേശിലെ UP ഇലക്ട്രോണിക്സ് കോർപ്പറേഷൻ ലിമിറ്റഡ് ആണ് ഈ ഒരു പദ്ധതിക്ക് നേതൃത്വം കൊടുക്കുന്നത്. അവരെയാണ് ലക്നൗ AI സിറ്റിയുടെ നോഡൽ ഏജൻസി ആയിട്ട് നിയമിച്ചിരിക്കുന്നത്. അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ AI നഗരം നിലവിൽ വരുന്നത് എവിടെയാണ്? ഉത്തർപ്രദേശിലെ ലക്നൌവിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ AI നഗരം നിലവിൽ വരുന്നത്. അടുത്തൊരു പോയിന്റ് നോക്കാം. നമ്മുടെ സർക്കാർ ഓഫീസുകൾ സംബന്ധിച്ചിട്ടാണ്. പ്രത്യേകിച്ച് നമുക്ക് നമ്മുടെ ഭരണ സംവിധാനം എന്നൊക്കെ പറഞ്ഞൊരു സിലബസ് ഭാഗം ഉള്ളതാണ്. അതിൽ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് പഠിക്കേണ്ട ഒരു ഭാഗമാണ് സർക്കാർ ഓഫീസുകളെയൊക്കെ സംബന്ധിച്ച്. ഓക്കെ, നമ്മുടെ സർക്കാർ ഓഫീസുകളിൽ പേപ്പർ രഹിതമാക്കാൻ വേണ്ടി കൊണ്ടുവന്നൊരു സംവിധാനമാണ് E-ഓഫീസ് എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, സെക്രട്ടേറിയറ്റ് ഉൾപ്പെടെയുള്ള മെയിൻ സ്ഥാപനങ്ങളിലൊക്കെ ഇപ്പോൾ പേപ്പർലെസ് ആണ്. കാരണം അവിടെ E-ഓഫീസ് മുഖേനയാണ് ഫയലുകളൊക്കെ കൈകാര്യം ചെയ്യുക. അപ്പോൾ ആ E-ഓഫീസ് സോഫ്റ്റ്വെയറിന് പകരം ഇൻഫർമേഷൻ കേരള മിഷൻ വികസിപ്പിച്ച ഒരു പുതിയ സോഫ്റ്റ്വെയറിന്റെ പേരാണ് K-സ്യൂട്ട്. എന്താണ് K-സ്യൂട്ട്? നമ്മുടെ E-ഓഫീസ് സോഫ്റ്റ്വെയറിന് പകരം ഇൻഫർമേഷൻ കേരള മിഷൻ വികസിപ്പിച്ച പുതിയ സോഫ്റ്റ്വെയറിന്റെ പേരാണ് K-സ്യൂട്ട്. അപ്പോൾ സർക്കാർ ഓഫീസുകൾ പേപ്പർ രഹിതമാക്കാൻ വേണ്ടി അവതരിപ്പിച്ച സോഫ്റ്റ്വെയർ ആയിരുന്നു E-ഓഫീസ് സോഫ്റ്റ്വെയർ. അതിന് പകരമായിട്ട് ഇൻഫർമേഷൻ കേരള മിഷൻ വികസിപ്പിച്ച പുതിയ സോഫ്റ്റ്വെയറിന്റെ പേരാണ് K-സ്യൂട്ട്. ഓക്കെ, ഇനി നമുക്ക് ഡിസംബർ 14 ഒരു പ്രത്യേകത നോക്കാം. ഊർജ സംരക്ഷണ ദിനം. ഇന്ത്യയില് ഊർജ സംരക്ഷണ ദിനമായി ആചരിക്കുന്ന ദിവസമാണ് ഡിസംബർ 14. ഊർജ സംരക്ഷണ ദിനമായി ആചരിക്കുന്നു. എന്താണ് ഈ ഊർജ സംരക്ഷണ ദിനത്തിന്റെ പ്രാധാന്യം? ഊർജത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് നമ്മൾ എന്ത് ചെയ്യുക? ബോധവൽക്കരിക്കുക. ഊർജത്തിന്റെ കാര്യക്ഷമമായ ഉപയോഗം പ്രോത്സാഹിപ്പിക്കുക. അതുപോലെ പുനരുപയോഗ ഊർജ സ്രോതസ്സുകളുടെ പ്രചാരം വർദ്ധിപ്പിക്കുക. ഇതൊക്കെയാണ് ഈ ഒരു ഊർജ സംരക്ഷണ ദിനം എന്നതുകൊണ്ട് ലക്ഷ്യമാക്കുന്നത്. അപ്പോൾ ഊർജ സംരക്ഷണ ദിനം എന്നാണ്? ഡിസംബർ 14 ഊർജ സംരക്ഷണ ദിനം. ഇനി അതേപോലെ ഊർജ്ജ സംരക്ഷണത്തെ പറ്റി പറയുമ്പോൾ ഒരു കാര്യം കൂടെ പറയാം. ഊർജ്ജ സംരക്ഷണ നിയമം, എനർജി കൺസർവേഷൻ ആക്ട്, ഇത് നടപ്പിലാക്കിയത് 2001. ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കാം. ഊർജ്ജ സംരക്ഷണ നിയമം അഥവാ എനർജി കൺസർവേഷൻ ആക്ട് 2001 നടപ്പിലാക്കിയത്. ഓക്കെ, ജസ്റ്റ് ഒരു വഴിക്ക് പോവല്ലേ, ഇരിക്കട്ടെ. ഓക്കെ, ഇനി നമുക്ക് അടുത്തൊരു പോയിന്റ് നോക്കാം. ഒരു പുരസ്കാരമാണ്. 2024 34ാമത് വ്യാസ് സമ്മാൻ പുരസ്കാര ജേതാവ് എന്ന് പറയുന്നത് സൂര്യബാലയാണ്. ഹിന്ദി എഴുത്തുകാരിയായ സൂര്യബാലയാണ് 34ാമത് വ്യാസ് സമ്മാനത്തിലെ പുരസ്കാര ജേതാവ്. അവരുടെ കോൺ ദേസ്കോ വാസി വേണു കി ഡയറി എന്ന് പറയുന്ന കൃതിക്കാണ് ഈ പുരസ്കാരം കിട്ടിയത്. അപ്പോൾ 34ാമത് വ്യാസ് സമ്മാൻ ജേതാവ് ആരാണ്? സൂര്യബാല. 2024 വ്യാസ് സമ്മാൻ ജേതാവ് ആരാണ്? സൂര്യബാല. ഹിന്ദി എഴുത്തുകാരിയായ സൂര്യബാലയാണ് ജേതാവ്. ഓക്കെ, ഇനി നമുക്കൊരു കണക്ക് നോക്കാം. റിസർവ് ബാങ്ക് പുറത്തുവിട്ട 2023-24 വർഷത്തെ ഒരു റിപ്പോർട്ടാണ്. അതായത് അസംഘടിത മേഖലയിൽ തൊഴിലാളികളുടെ ദിവസക്കൂലിയിൽ മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനം നമ്മുടെ കേരളമാണ്. 2023-24 റിപ്പോർട്ട് പ്രകാരം അസംഘടിത മേഖലയിൽ തൊഴിലാളികളുടെ ദിവസക്കൂലിയിൽ മുന്നിട്ട് നിൽക്കുന്ന സംസ്ഥാനം ഏതാണ്? കേരളമാണ്. അതായത് ഗ്രാമീണ തൊഴിലാളികൾക്ക് ഉയർന്ന വേതനം നൽകുന്ന നമ്പർ 1 സംസ്ഥാനം ഏതാണ്? ഇപ്പോൾ നമ്മുടെ കേരളമാണ്.
ഇവിടെ നിർമ്മാണ തൊഴിലാളികൾക്ക് ശരാശരി പ്രതിദിനം 894 രൂപയാണ് ലഭിക്കുന്നത്. എന്നാൽ ദേശീയ ശരാശരി നോക്കുകയാണെങ്കിൽ വെറും 417 രൂപയേ ഉള്ളൂ. പക്ഷേ കേരളത്തിൽ നിർമ്മാണ തൊഴിലാളികൾക്ക് ശരാശരി ലഭിക്കുന്ന പ്രതിദിന വേതനം എത്രയാണ്? 894 രൂപ. അതുപോലെ കേരളത്തിലെ ഒരു സാധാരണ കർഷക തൊഴിലാളിക്ക് പ്രതിദിനം 807 രൂപ അയാൾക്ക് സമ്പാദിക്കാൻ സാധിക്കുന്നുണ്ട് എങ്കിൽ ദേശീയ ശരാശരി വെറും 372 രൂപയാണ്. ഓക്കെ, അപ്പോൾ നിർമ്മാണ തൊഴിലാളികൾക്കാണെങ്കിലും കർഷകർക്കാണെങ്കിലും അതുപോലെ നമ്മുടെ ദേശീയ ശരാശരിയേക്കാളും കൂടുതൽ നമ്മുടെ കേരളത്തിൽ ഏൺ ചെയ്യാൻ സാധിക്കുന്നുണ്ടെന്നാണ് ഈ ഒരു റിപ്പോർട്ടിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്. ഓക്കെ, അതുപോലെ ദേശീയ ശരാശരി 371 രൂപയായി നിൽക്കുമ്പോൾ നമ്മുടെ കാർഷികേതര തൊഴിലാളികൾ സമ്പാദിക്കുന്നത് 735 രൂപയാണ്. ഓക്കെ, അപ്പോൾ ആ 3 മേഖലയും നമുക്കൊന്നും കൂടെ നോക്കാം. നിർമ്മാണ തൊഴിലാളികൾക്ക് ശരാശരി നമുക്കിവിടെ പ്രതിദിനം 894 രൂപ കേരളത്തിൽ ലഭിക്കുന്നുണ്ട്. അതിൻ്റെ ദേശീയ ശരാശരി വെറും 417 രൂപയേ ഉള്ളൂ. എന്നാൽ കർഷക തൊഴിലാളികൾക്ക് കേരളത്തിൽ ലഭിക്കുന്നത് പ്രതിദിനം 807 രൂപയാണ്. എന്നാൽ അത് ദേശീയ ശരാശരി 372 രൂപയേ ഉള്ളൂ. അതുപോലെ കർഷകേതര തൊഴിലാളികൾ, കർഷകരല്ലാത്ത മറ്റു തൊഴിലാളികൾ പ്രതിദിനം 735 രൂപ സമ്പാദിക്കുമ്പോൾ ദേശീയ ശരാശരി എത്രയേ ഉള്ളൂ? 371 രൂപയേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഈ ഒരു കണക്കൊന്ന് സൂക്ഷിച്ചു വെച്ചേക്കാം. നമ്മുടെ സാമ്പത്തിക ശാസ്ത്രം എന്ന് പറയുന്ന മേഖലയിലൊക്കെ ഒന്ന് ചിലപ്പോൾ ചോദിക്കാം. അപ്പോൾ റിസർവ് ബാങ്ക് പുറത്തുവിട്ട 2023-24 റിപ്പോർട്ട് പ്രകാരമാണ് ഈ ഒരു കണക്ക് പുറത്തു വന്നത്. അപ്പോൾ അസംഘടിത മേഖലയിൽ തൊഴിലാളി അല്ലെങ്കിൽ ഗ്രാമീണ തൊഴിലാളികൾക്ക് ഉയർന്ന വേതനം നൽകുന്ന നമ്പർ 1 സംസ്ഥാനം ഇപ്പോൾ ഏതാണ്? കേരളമാണ്. ഓക്കെ, അതാണ് നമുക്ക് ഈ റിപ്പോർട്ടിൽ നിന്ന് മനസ്സിലാകുന്നത്. അപ്പോൾ ഈ പോയിന്റുകളൊക്കെ ജസ്റ്റ് ഒന്ന് കുറിച്ച് വെച്ചേക്കാം. ഇനി 2025 ഇന്ത്യ സ്കിൽസ് റിപ്പോർട്ട് പ്രകാരം ഏറ്റവും കൂടുതൽ തൊഴിൽ സാധ്യതയുള്ള സംസ്ഥാനങ്ങളിൽ കേരളത്തിൻ്റെ സ്ഥാനം എന്ന് പറയുന്നത് 4ാം സ്ഥാനമാണ്. ഇന്ത്യ സ്കിൽസിൻ്റെ 2025 റിപ്പോർട്ട് പ്രകാരം ഏറ്റവും കൂടുതൽ തൊഴിൽ സാധ്യതയുള്ള സംസ്ഥാനങ്ങളിൽ കേരളത്തിൻ്റെ സ്ഥാനം എത്രയാണ്? 4ാം സ്ഥാനമാണ്. ഓക്കെ, ഒന്ന് നോട്ട് ചെയ്തോളാം. അതുപോലെ താങ്ങുവില, ഗോതമ്പിനും ചോളത്തിനും ഏറ്റവും ഉയർന്ന താങ്ങുവില, അതായത് മിനിമം സപ്പോർട്ട് പ്രൈസ് എന്ന് പറയും, MSP. അപ്പോൾ ചോളത്തിനും ഗോതമ്പിനും ഏറ്റവും ഉയർന്ന താങ്ങുവില നൽകുന്ന ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനം ഇപ്പോൾ ഹിമാചൽ പ്രദേശാണ്. അപ്പോൾ അവർ നിശ്ചയിച്ചതിനേക്കാൾ കൂടുതൽ താങ്ങുവിലയാണ് അവിടെ നൽകുന്നത്. അപ്പോൾ ഗോതമ്പിനും ചോളത്തിനും ഏറ്റവും ഉയർന്ന താങ്ങുവില നൽകുന്ന ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനമാണേത്? ഹിമാചൽ പ്രദേശ്. ഗോതമ്പ് കിലോയ്ക്ക് ഏതാണ്ട് 40 രൂപയും ചോളത്തിന് കിലോയ്ക്ക് 30 രൂപയൊക്കെയാണ് അവിടെ ഇപ്പോൾ താങ്ങുവിലയായിട്ട് നിശ്ചയിച്ചിരിക്കുന്നത്. അപ്പോൾ ഗോതമ്പിനും ചോളത്തിനും ഏറ്റവും ഉയർന്ന താങ്ങുവില നൽകുന്ന ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനമാണേത്? ഹിമാചൽ പ്രദേശ്. ഓക്കെ, ഇനി നമുക്ക് ഒരു ലോകത്തൊരു വിശേഷം നോക്കാം. ജോർജിയയുടെ പുതിയ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടത് മിഖായേൽ കവലാഷിലി. മിഖായേൽ കവലാഷിലി എന്ത് ചെയ്തു? ജോർജിയയുടെ പുതിയ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടു. അദ്ദേഹം മാഞ്ചസ്റ്റർ സിറ്റി ക്ലബിലെ പഴയ ഫുട്ബോൾ താരമാണ്. ഓക്കെ, അതൊന്ന് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്തോളൂ. അപ്പോൾ ജോർജിയയുടെ പുതിയ പ്രസിഡന്റ് ആരാണ്? മിഖായേൽ കവലാഷിലി. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് നമ്മൾ പഠിച്ചത്. നമുക്ക് പഠിച്ച ആ പോയിന്റുകൾ ഒന്നും കൂടെ ഒന്ന് ഓടിച്ച് നോക്കാം. ഇന്ത്യയിലെ ആദ്യത്തെ AI നഗരം സ്ഥാപിതമാകുന്നത് ഉത്തർപ്രദേശിലെ ലക്നൌവിലാണ്. സർക്കാർ ഓഫീസുകളിൽ ഓഫീസ് സോഫ്റ്റ്വെയറിന് പകരം വരുന്ന നിർമ്മിച്ച പുതിയ സോഫ്റ്റ്വെയറാണ് കേസ്യൂട്ട്. ഡിസംബർ 14 ഊർജ്ജ സംരക്ഷണ ദിനമായിട്ട് ആചരിക്കുന്നു. 34ാമത് വ്യാസ് സമ്മാൻ ജേതാവായത് സൂര്യബാല. റിസർവ് ബാങ്ക് പുറത്തുവിട്ട റിപ്പോർട്ട് പ്രകാരം അസംഘടിത മേഖലയിൽ തൊഴിലാളികളുടെ ദിവസവേതന കൂലിയിൽ മുന്നിൽ നിൽക്കുന്നത് കേരളമാണ്. അതുപോലെ ഇന്ത്യ സ്കിൽസ് റിപ്പോർട്ട് പ്രകാരം കൂടുതൽ തൊഴിൽ സാധ്യതയുള്ള സംസ്ഥാനങ്ങളുടെ കാര്യത്തിൽ കേരളത്തിൻ്റെ സ്ഥാനം 4ാം സ്ഥാനം. ഗോതമ്പിനും ചോളത്തിനും ഏറ്റവും ഉയർന്ന താങ്ങുവില നൽകുന്ന ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനമാണ് ഹിമാചൽ പ്രദേശ്. അതുപോലെ ജോർജിയയുടെ പുതിയ പ്രസിഡന്റായി നിയമിതനായത് മിഖായേൽ കവലാഷിലി. മാഞ്ചസ്റ്റർ സിറ്റിയുടെ മുൻതാരം മിഖായേൽ കവലാഷിലിയാണ് ജോർജിയയുടെ പുതിയ പ്രസിഡന്റായി നിയമിതനായത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നോട്ട് ചെയ്ത് പഠിക്കുക. നമ്മുടെ കോഴ്സിൽ ചേരാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഇതിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. നിങ്ങൾക്ക് തീർച്ചയായും അടിസ്ഥാന വിവരങ്ങൾ മുതൽ 10 +2 ഡിഗ്രി എല്ലാ സബ്ജക്റ്റും കൂടെ ക്ലബ് ചെയ്ത് ഒറ്റ കോഴ്സിലൂടെ നിങ്ങൾക്ക് കിട്ടും. ഇത് വെറും വാക്ക് പറയുന്നതല്ല, നമ്മുടെ കോഴ്സ് അങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്. ഓക്കെ, കാരണം 10th പ്രിലിംസിൽ മാത്രമേ ഉള്ളൂ ഒരു ചെറിയ വ്യത്യാസം വരിക. കാരണം ബേസ് ആണ്. പിന്നെ അങ്ങോട്ട് 10th മെയിൻസ്, +2 പ്രിലിംസ്, മെയിൻസ്, ഡിഗ്രി പ്രിലിംസ് എല്ലാം ഒരേ പാറ്റേണിലാണ് നമ്മുടെ സിലബസ് വരുന്നത്. അത് നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം. അതുകൊണ്ടാണ് നമ്മൾ ക്ലബ് ചെയ്ത് ഒരു പരീക്ഷ വെച്ചാൽ ഡിഗ്രി യോഗ്യത ഉള്ള ഒരാൾ എന്തായാലും 10ാം ക്ലാസ് മുതൽ ഡിഗ്രി വരെയുള്ള എല്ലാ പരീക്ഷകളും എഴുതും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? എല്ലാ റാങ്ക് ലിസ്റ്റിലും നമ്മൾ വരണം. നമ്മൾ ഒരു പരീക്ഷ മാത്രം മുന്നിൽ കണ്ട് നിൽക്കരുത്. നമുക്ക് എന്ത് ചെയ്യണം? ഏതെങ്കിലും ഒരു സർക്കാർ ജോലി കിട്ടാൻ വേണ്ടി നമ്മൾ എല്ലാം എഴുതണം. ചിലപ്പോൾ റാങ്ക് ലിസ്റ്റിൽ വന്നാൽ പോലും ജോലി കിട്ടാത്തൊരു സാഹചര്യവും ഉണ്ടാകാറുണ്ട്. അപ്പോൾ നമുക്ക് അങ്ങനെ പോരാ. നമ്മൾ
നമ്മളെല്ലാം എഴുതണം, എല്ലാ ലിസ്റ്റിലും വരണം, ഏതെങ്കിലും ഒരു നല്ല സർവീസിൽ നമുക്ക് കയറി പറ്റുകയും വേണം. ആ ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് ഗെയിൻ നോളജ് മിഷൻ പ്രവർത്തിക്കുന്നത്. ഒരുപാട് പേർക്കൊന്നും അഡ്മിഷൻ ഇല്ല. ഒരു ബാച്ചിൽ പരമാവധി 25 പേർക്ക് മാത്രമാണ് അഡ്മിഷൻ. ഫുൾ മെൻറ്റർഷിപ്പ് സപ്പോർട്ടാണ്. ഒരു പേഴ്സണൽ മെൻറ്ററുടെ സഹായത്തോടു കൂടിയാണ് നിങ്ങളിവിടെ പഠിക്കുക. അപ്പോൾ 10ാം ക്ലാസ് മുതൽ ഡിഗ്രി വരെയുള്ള ഫുൾ സിലബസും കൂടെ ഒരു കോഴ്സിലൂടെ നിങ്ങൾക്ക് ലഭ്യമാകുന്നതായിരിക്കും. ലൈവ് ക്ലാസ്സുകളാണ്. റെക്കോർഡ് ക്ലാസ് നമ്മൾ പൂർണ്ണമായിട്ട് ഒഴിവാക്കിയിട്ടുണ്ട്. കാരണം റെക്കോർഡ് ക്ലാസ് അത്ര ഫലവത്തായിട്ട് നിങ്ങൾക്ക് നടക്കത്തില്ല. നമ്മൾ കയറുന്നതിന് മുന്നേ വിചാരിക്കും ക്ലാസ് മുടങ്ങിയാലോ എന്ന് വിചാരിക്കും. ക്ലാസ് മുടങ്ങിയാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിൻ്റെ PDF നോട്ട് വളരെ സിമ്പിളാക്കി തന്നെ തയ്യാറാക്കി തരും. കാരണം റെക്കോർഡ് ക്ലാസ് കിട്ടി 1.5 മണിക്കൂർ പിന്നീട് വീട്ടിൽ നിന്ന് കാണാമെന്ന് വിചാരിച്ചാൽ നടക്കുന്ന കാര്യമൊന്നുമല്ല. നമ്മൾ ആദ്യം അങ്ങനെയൊക്കെ വിചാരിക്കും, പക്ഷേ അങ്ങനെ കാണാൻ പറ്റുന്നതൊന്നുമല്ല. പക്ഷേ എന്ത് ചെയ്യും, PDF നോട്ടാകുമ്പോൾ 2 പേജ് നോട്ട് അങ്ങോട്ട് ഇട്ട് തന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ജസ്റ്റ് 15 ഒന്ന് വായിച്ച് നോക്കിക്കഴിഞ്ഞാൽ 15 മിനിറ്റ് കൊണ്ട് നിങ്ങൾക്കത് ബുക്കിൽ എഴുതി പഠിക്കാൻ പറ്റും. എങ്ങനെ തന്നെയാണെങ്കിലും എഴുതി തന്നെ പഠിക്കണം. നിങ്ങൾ ഇവിടെ പഠിക്കുക ആയിക്കോട്ടെ, നമ്മുടെ പഠന രീതിയിൽ എപ്പോഴും എന്ത് ചെയ്യണം, എഴുതി തന്നെ പഠിക്കണം. അച്ചടി ഭാഷയേക്കാൾ എപ്പോഴും നല്ലത് നമ്മളുടെ കൈയെഴുത്ത് ഭാഷയാണ്. നമുക്ക് ഓർത്തെടുക്കാനും വളരെ എളുപ്പം നമ്മൾ സ്വയം എഴുതി പഠിക്കുമ്പോഴാണ്. ഓക്കെ, അപ്പോൾ കോഴ്സിൽ ചേരാൻ താല്പര്യമുണ്ടെങ്കിൽ ചേരുക. കൃത്യമായി നിങ്ങളെ മോണിറ്റർ ചെയ്ത് നല്ലൊരു പേഴ്സണൽ മെൻറ്റർഷിപ്പോട് കൂടി തന്നെ നിങ്ങളെ ഓരോരുത്തരെയും പഠിപ്പിച്ചെടുക്കും. 100% ഉറപ്പാണ്. നിങ്ങൾ പഠിച്ചാൽ മാത്രം മതി. അങ്ങനെ പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഗെയിൻ നോളജ് മിഷനിലേക്ക് സ്വാഗതം. ഇപ്പോൾ നമ്മൾ വെള്ളിയാഴ്ച മുതൽ ഡിസംബർ 19-ാം തീയതി മുതൽ പുതിയ ബാച്ചുകളുടെ ക്ലാസ്സുകൾ നമ്മൾ ആരംഭിക്കുകയാണ്. 2 ബാച്ചുകളാണുള്ളത്. രാവിലെ 6 മണിക്കൊരു ബാച്ച്, രാത്രി 9 മണിക്കൊരു ബാച്ച്. ഓക്കെ, 2 ബാച്ചിൽ ഇഷ്ടമുള്ളതിൽ നിങ്ങൾക്ക് ഏതാണോ കൺവീനിയൻറ്റ് അതിൽ നിങ്ങൾക്ക് ചേരാം. അടിസ്ഥാന വിവരങ്ങൾ മുതൽ മുഴുവൻ കാര്യങ്ങളും ഒരു കോഴ്സിലൂടെ തന്നെ നിങ്ങൾക്ക് പഠിച്ചെടുക്കാം. 1 ഇയർ കോഴ്സ് പൂർത്തിയാക്കുന്നതോടുകൂടി നിങ്ങൾ 10 മുതൽ ഡിഗ്രി വരെയുള്ള ഏത് പരീക്ഷ എഴുതാനും പ്രാപ്തരാകും. ഇനി എനിക്ക് 10ാം ക്ലാസ് യോഗ്യതയേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് ഇത് ഡിഗ്രിക്കാരുടെ അല്ലേ എന്ന് വിചാരിച്ചിട്ട് മാറി നിൽക്കരുത്. ഡിഗ്രി പ്രിലിംസിൻ്റെ സിലബസാണ് 10ാം ക്ലാസ് മെയിൻസിൻ്റെ സിലബസായി വരുന്നത് എന്ന കാര്യം കൂടെ ഓർത്ത് നോക്കുക. ഓക്കെ, ക്വസ്റ്റ്യനിൽ പാറ്റേൺ വരുന്ന ചെറിയ വ്യത്യാസം മാത്രമേ ഉള്ളൂ. പക്ഷേ പഠിക്കുന്നത് ഒരേ കാര്യങ്ങൾ തന്നെയാണ്. അത്രയും പഠിച്ചാൽ നിങ്ങൾക്ക് ആ 10th മെയിൻസ് പാസ്സാകാൻ പറ്റുള്ളൂ. നമുക്ക് പ്രിലിമിനറി മാത്രം പോരല്ലോ, മെയിൻസും പാസ്സാണെങ്കിൽ അത്രയും കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചേ പറ്റൂ. ഇംഗ്ലീഷും മലയാളവും IT-യും സുപ്രധാന നിയമങ്ങളും ഭരണഘടന അഡ്വാൻസ് ആയിട്ട് ഇതെല്ലാം അവിടെ പഠിച്ചേ പറ്റുള്ളൂ. ഓക്കെ, അതുപോലെ യൂണിഫോം പോസ്റ്റുകൾക്ക് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികളുണ്ട്. പക്ഷേ അങ്ങനെയുള്ളവർക്ക് നമ്മുടെ കോഴ്സുകളിലേക്ക് കടന്നവർ വളരെ കുറവാണ്. കാരണം അവർക്ക് ഒരുപക്ഷെ നമ്മളെ പറ്റി അറിയാത്തത് കൊണ്ടാണ്. ഫുൾ സ്പെഷ്യൽ ടോപ്പിക്കുകളും നമ്മൾ കൃത്യമായി പഠിപ്പിച്ച് മനസ്സിലാക്കി കൊടുക്കും. ഓക്കെ, അത് സെപ്പറേറ്റ് തന്നെ, ഇതിൻ്റെ കൂട്ടത്തിലല്ല, സെപ്പറേറ്റ് സ്പെഷ്യൽ ടോപ്പിക് യൂണിഫോം പോസ്റ്റ് തയ്യാറെടുക്കുന്നവർക്കായിട്ട് നമ്മൾ സെപ്പറേറ്റ് അറേഞ്ച് ചെയ്ത് തരും. വേറെ അഡീഷണൽ ഫീസൊന്നുമില്ല. ഇതിൻ്റെ അതേ ഫീസ് തന്നെയാണ് അവർ അടയ്ക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫീസ് വരുന്നത് ഇപ്പോൾ ഡിസ്കൗണ്ട് ഇട്ടേക്കുന്ന ഫീസാണ്. ഫസ്റ്റ് മന്തിൽ 750, പിന്നീടുള്ള മാസങ്ങളിൽ 300. മന്ത്ലി ഫീസാണ്. അവർ ഒരുമിച്ചൊന്നും അടയ്ക്കേണ്ട. ആദ്യത്തെ മാസം 750 അടച്ചിട്ട് കയറുക. പിന്നെ അടുത്ത മാസം മുതൽ 300 രൂപ വെച്ചിട്ട് നിങ്ങൾ അടച്ചാൽ മതിയാവും. 1 വർഷത്തെ കോഴ്സാണ്. തീർച്ചയായും മെൻറ്റർഷിപ്പ് സപ്പോർട്ടോടെ ഫുൾ ക്ലാസ് നിങ്ങൾക്ക് ഇവിടെ നിന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ കോഴ്സിൽ ചേരാൻ താല്പര്യം ബന്ധപ്പെടുക. അതുപോലെ നമ്മുടെ ചാനൽ ഇതുവരെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കുക. കാരണം കറണ്ട് അഫയേഴ്സൊക്കെ ഇതുപോലെ അപ്ഡേറ്റായി നിങ്ങൾക്ക് കയ്യിൽ കിട്ടും. അതുപോലെ പ്രീവിയസ് ക്വസ്റ്റ്യൻസും ഇനി വരുന്നുണ്ട്. പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ചുമ്മാ ഇടുന്നതല്ല, നമ്മുടെ പരീക്ഷ പഠിക്കുന്ന സിലബസുമായി കോൺസെൻട്രേറ്റ് ചെയ്ത് ചോദിക്കാൻ സാധ്യത ഉണ്ടെന്ന് കരുതുന്ന ഒരു മോഡൽ ക്വസ്റ്റ്യൻ എന്ന രീതിയിൽ തന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് അത് തയ്യാറാക്കി തരും. അതുമായി കണക്ട് ചെയ്ത് വരുന്ന കാര്യങ്ങളും അതിനകത്തുണ്ടാവും. ഓക്കെ, അപ്പോൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കുക, ഫോളോ ചെയ്യുക. ഓക്കെ, കോഴ്സിൽ ചേരാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ബന്ധപ്പെടുക. ഓക്കെ, അപ്പോൾ നമുക്ക് മറ്റൊരു അധ്യായവുമായി വീണ്ടും കാണാം. താങ്ക്